ഒരു കുഞ്ഞ് ആദ്യം പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ പാഠശാല ഒരു വീടാണല്ലോ. ഈ ആദ്യ പാഠശാലയിൽ തന്നെ തോന്നിയക്ഷരങ്ങളും പൊളിയക്ഷരങ്ങളുമാണ് കുഞ്ഞ് പഠിച്ചെടുത്തതെങ്കിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിറയെ തെറ്റുകൾ നിറഞ്ഞ പുസ്തകങ്ങളാണെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യ ചുവട് തെറ്റിപ്പോയെങ്കിൽ പിന്നെ ആ കുഞ്ഞിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് കുഞ്ഞ് ആദ്യം പഠിക്കേണ്ട കുറച്ച് പാഠങ്ങൾ. ഒന്ന്, സ്നേഹത്തിൻ്റെ പാഠം. ആദ്യം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എ ചൈൽഡ് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഉപോൽപ്പന്നമാണ് കുഞ്ഞ്. അപ്പോൾ ഒരു കുഞ്ഞ് വെറുതെ അങ്ങ് ജനിച്ചു വീഴുകയല്ല. അത്രമേൽ സ്നേഹിച്ച് സ്നേഹത്താൽ ഒരു പ്രാർത്ഥന പോലെ ഒന്നു ചേർന്ന ദമ്പതിമാരിൽ നിന്നും പുതിയൊരു നാളമായിട്ടാണ് കുഞ്ഞ് ജനിച്ച് വീഴേണ്ടത്. മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രം മറ്റൊരു ക്ഷേത്രവുമായി ഒന്നു ചേരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആത്മാംശമാണ് കുഞ്ഞ്. ഭാരതീയ ചിന്തകർ ആത്മാംശം, പിതാവിൻ്റെ മാതാവിൻ്റെ ആത്മാംശമാണ് കുഞ്ഞ് എന്നാണ് വിളിക്കുക. അതായത് സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനാളമാണ് ഒരു കുഞ്ഞ്. അപ്പോൾ ആദ്യം കുഞ്ഞ് പഠിക്കേണ്ട പാഠം സ്നേഹത്തിൻ്റെ പാഠം തന്നെയാണ്. സ്നേഹത്തിൽ നിന്ന് കുഞ്ഞ് ജനിക്കുന്നു. ഇനി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞ് സ്നേഹിക്കപ്പെടുന്നു എന്ന ധാരണ കുഞ്ഞിനുണ്ടാക്കണം. അമ്മ സ്നേഹിക്കപ്പെട്ടാലേ കുഞ്ഞ് സ്നേഹിക്കപ്പെടുകയാണെന്ന് കുഞ്ഞിന് തോന്നുകയുള്ളൂ. അമ്മ നിരന്തരം ക്രൂരമായ നിന്ദയ്ക്കും പീഡനത്തിനും കളിയാക്കലുകൾക്കും വിധേയയാണെങ്കിൽ അകത്തിരിക്കുന്ന കുഞ്ഞ് ഒരു എഡിറ്റിംഗ് ഇല്ലാതെ ഈ നിന്ദയും അപമാനമൊക്കെ സ്വയം ഏറ്റുവാങ്ങും. ദിസ് വേൾഡ് ഈസ് നോട്ട് എ സേഫ് പ്ലേസ് ഫോർ മീ എന്ന് ഉദരത്തിലിരുന്ന് കുഞ്ഞ് പറയാൻ തുടങ്ങും. കുഞ്ഞ് ഏറ്റവും സുന്ദരമായി കാണുന്ന സ്ഥലമാണ് ഗർഭപാത്രം എന്ന് ഓർക്കുക. അത് ഒരു പാരഡൈസാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സാധാരണഗതിയിൽ എല്ലാ ഹോർമോണൽ ബാലൻസിങ് ഉള്ള, ന്യൂട്രീഷണൽ ആയിട്ടുള്ള, ടെമ്പറേച്ചറും എല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഒരു പാരഡൈസാണ് വോംബ് ഓഫ് ദ മദർ. ആ അമ്മയുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞ് പുറത്തു വരുമ്പോൾ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. കാരണം പുറത്തൊരു കെയോട്ടിക് വേൾഡാണ്. അതുകൊണ്ടാണ് കുഞ്ഞ് ആദ്യമായിട്ട് വാവിട്ട് കരയുക. അതിനെ ബെർത്ത് ട്രോമ എന്ന് മനഃശാസ്ത്രം വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പാരഡൈസിൽ നിന്നും അത്രയ്ക്ക് സുഖമില്ലാത്തൊരു ലോകത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ട്രോമയാണ് ബെർത്ത് ട്രോമ. അപ്പോൾ ട്രോമ നൽകുന്ന സ്ഥലമാണ് ഗർഭപാത്രമെങ്കിലും അവിടെ അൺവാണ്ടഡ് ആയിട്ട് കുഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അൺവാണ്ടഡ് പ്രഗ്നൻസിലൂടെ കടന്നു പോയെന്ന് വിചാരിക്കുക. നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു. അത് കുഞ്ഞ് കേൾക്കുന്നില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. കുഞ്ഞ് അങ്ങനെ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കാര്യകാരണ സഹിതം അതിനെ എഡിറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞിനില്ല. കുഞ്ഞ് കേൾക്കുന്നത് അപ്പാടെ വിഴുങ്ങുന്നു. എന്നെ വേണ്ട ഇത് മാത്രമാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്നേഹിക്കാൻ കുഞ്ഞിനെങ്ങനെ സാധിക്കും? സ്നേഹിക്കപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ വിലമതിക്കുക. അതുകൊണ്ട് ചില മാതാപിതാക്കൾ ഈ ഉദരത്തിൽ ഉമ്മ വയ്ക്കുകയും തൊടുകയും കുഞ്ഞിൻ്റെ ഓരോ ചലനത്തെയും സന്തോഷത്തോടെ തൊട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ വേണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും സ്നേഹം നിറഞ്ഞു നിൽക്കണം. അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ സ്നേഹാന്തരീക്ഷം ഉണ്ടാകണം. ഇൻലോസും ജീവിത പങ്കാളിയും എത്രത്തോളം സ്നേഹവും സന്തോഷവും മാധുര്യവും വിളമ്പിക്കൊടുക്കുമോ അത്രയ്ക്കങ്ങ് കുഞ്ഞ് ഒരു വിരുന്ന് ആസ്വദിക്കുകയാണ്. അമ്മയേക്കാളേറെ അകത്തിരിക്കുന്ന കുഞ്ഞാണ് വിരുന്ന് ആസ്വദിക്കുക. വിരുന്നിന് പകരം കൊടും പട്ടിണിയാണെങ്കിലോ? ആദ്യത്തെ പാഠം മറക്കരുത്. കുഞ്ഞിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇനി പല മാതാപിതാക്കളും ആദ്യമായിട്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്താണ്. അത് കുഞ്ഞിന് വേണ്ടി നല്ല പാട്ടുകൾ പാടിക്കൊടുക്കുന്നു, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ പങ്കുവെക്കുന്നു. കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പാട്ട്, നിങ്ങളുടെ ദൈവിക ഭാവങ്ങൾ, നിങ്ങളുടെ ദൈവത്തിലേക്ക് ഉയരുവാനുള്ള ആ ആഗ്രഹം, ഇതെല്ലാം കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞിന് അതനുസരിച്ച് ഉയരുവാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഒരുപാട് ആഴങ്ങളിലേക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സും ചിന്തയും വളരുമായിരിക്കാം. പക്ഷേ അതിൻ്റെ പ്രാഥമിക സ്റ്റെപ്പ് ഉദരത്തിലായിരിക്കുമ്പോൾ അപ്പനും അമ്മയും പകർന്നു നൽകുന്നതാണ്. മറക്കാതിരിക്കുക. സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ. ഈ ചില മാതാപിതാക്കൾ
ഗർഭത്തിൽ കുഞ്ഞിനെ പേറുന്ന സമയത്ത് പ്രകൃതിയോട് ഒപ്പം സമയം ചെലവഴിക്കാറുണ്ട്. അത് എത്രത്തോളം കുഞ്ഞിനെ സഹായിക്കുമെന്ന് നിങ്ങളും മനസ്സിലാക്കിയെടുക്കണം. ഒരുപാട് അത് സഹായിക്കുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് കുഞ്ഞ് അപ്പോഴേ മനസ്സിലാക്കിയെടുക്കുകയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ കാറ്റും തലോടലും പൂക്കളുടെ സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ അമ്മ നിറമനസ്സോടുകൂടി ആസ്വദിക്കുമ്പോൾ അത് കുഞ്ഞിനെയും ഒരു ആസ്വാദനത്തിൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഞാൻ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, വിശാലമായ ലോകത്തിൽ പറന്നുയരുന്ന ഒരു ചിത്രശലഭത്തെ പോലെയാണ് ഞാനെന്ന് കുഞ്ഞ് പഠിച്ചെടുക്കുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയല്ലേ. അപ്പോൾ ആദ്യം സ്നേഹിക്കാൻ പഠിപ്പിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം സ്വന്തം കാലിൽ നിൽക്കാനുള്ള പാഠം. നമ്മളൊക്കെ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാലത്തും സ്പൂൺ ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. നിങ്ങളൊരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം കുഞ്ഞിനെ സ്വയം പ്രാപ്തത പഠിപ്പിക്കാതിരിക്കുക എന്ന ദ്രോഹമാണ്. ഒരു കുഞ്ഞ് എല്ലാവരോടും മുമ്പ് വെച്ച് വൻ തോൽവിയായി മാറുന്നു. ഒന്നും ചെയ്യാൻ വയ്യ, അതായത് എപ്പോഴും പരാജയമാണ്. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ മുമ്പിൽ വന്ന് അവൻ പറയുന്നത്, എൻ്റെ അമ്മ എല്ലാം തന്ന് നിങ്ങളെല്ലാം കുളമാക്കി കളഞ്ഞില്ലേ. അതായത് ഇവൻ ചോദിക്കുമ്പോൾ എല്ലാം തന്നു, എല്ലാം ചെയ്തു കൊടുത്തു, എല്ലാം നേടിക്കൊടുത്തു, എല്ലാം മേടിച്ചു കൊടുത്തു. അവസാനം സ്വന്തമായി ചെയ്യാൻ ഒന്നും അവൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാം തന്ന് എല്ലാം ഇല്ലാതാക്കി കളഞ്ഞില്ലേ എന്ന് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എല്ലായിടത്തും കുളമാക്കി കളഞ്ഞു. സ്പൂൺ ഫീഡിങ് പാടില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ കുഞ്ഞിനെ പ്രേരിപ്പിക്കണം. ഏകദേശം തിരിച്ചറിവിൻ്റെ പ്രായം വരുന്ന ഒരു കുഞ്ഞ് വെറുതെ കിടന്ന് കരയുമ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ പോകരുത് എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. കാരണം ആ കരച്ചിൽ ശ്രദ്ധയാകർഷിക്കൽ കരച്ചിലാണ്. ആ കരച്ചിലിന് നേരത്തെ നിങ്ങൾ കുഞ്ഞിനെ പോയി ആശ്വസിപ്പിക്കുമ്പോൾ ഇനിയും കരയും. കരയാത്ത കുഞ്ഞിന് പാലില്ല എന്ന് പഴമക്കാർ പറയും. അപ്പോൾ പാലിന് വേണ്ടി തന്നെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാം. ചിലപ്പോൾ വിശപ്പ് കെട്ടിട്ടും വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ വെറുതെ കരയുമ്പോൾ ചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത് കുട്ടിക്കാലത്ത് തന്നെ. പിന്നീട് ഓരോ സമയത്തും കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടി ഒരു സ്കഫോൾഡിംഗ് ആയിട്ട് നിൽക്കുക. അതാണ് മാതാപിതാക്കന്മാരുടെ കടമ. അല്ലാതെ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കലല്ല. നിങ്ങൾ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവൻ്റെ കരുത്ത് ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ചിലർ കരുണ കാണിച്ച് കുഞ്ഞിൻ്റെ കരുത്ത് മുഴുവൻ ഇല്ലാതാക്കി കളയുകയാണ്. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കിയെന്ന്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കുട്ടി പ്രാപ്തി നേടി എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്യുക. ഓരോ കാര്യങ്ങളും ട്രെയിൻ ചെയ്യുക. യൂറോപ്യൻ സംസ്കാരം അനുസരിച്ച് ടോയ്ലറ്റ് ട്രെയിനിങ് ഏറ്റവും പ്രാധാന്യത്തോടെ അവർ ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞിന് ആദ്യത്തെ ട്രെയിനിങ് കിട്ടേണ്ടത് ഈ ടോയ്ലറ്റിൽ നിന്നാണെന്ന് യൂറോപ്യൻസ് വിശ്വസിക്കുന്നുണ്ട്. സത്യമാണത്. അവർക്ക് കൃത്യമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്താൻ സാധിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവർക്ക് അവരെക്കുറിച്ചൊരു മതിപ്പ് തോന്നും, ആത്മവിശ്വാസം വർദ്ധിക്കും, അവരുടെ സെൽഫ് വർത്ത് കുറച്ചും കൂടി ദൃഢതരമായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലോ. ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. കൗൺസിലിങ്ങിന് വേണ്ടി കുഞ്ഞുങ്ങൾ വരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? പണ്ടത്തെ വീടുകളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ്. അവിടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും നോക്കാൻ അപ്പനും അമ്മയ്ക്കും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവർ ഡിപ്പെൻഡൻസിന് പകരം ഇൻഡിപെൻഡൻസ് പഠിച്ചെടുക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പഠിച്ചെടുക്കും. അവർക്കറിയാം സ്വന്തം നിലനിൽപ്പിന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു നിയമം പാലിക്കേണ്ടി വരും എന്ന്. അത് ഫിറ്റസ്റ്റ് ആകാൻ വേണ്ടി, ഫാസ്റ്റസ്റ്റ് ആകാൻ വേണ്ടി അവർ ശ്രമിക്കും. തെറ്റൊന്നുമില്ല. ബെസ്റ്റാകാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റല്ല. അങ്ങനെ ശ്രമിച്ച് അവർ ബെസ്റ്റായി മാറുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റാകാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് അധികമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഫൈറ്റ് ചെയ്യാതെ എല്ലാം കിട്ടുകയാണ്. ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിരുന്നു. ഇല്ല ചിക്കൻ വേണ്ട ബീഫ് മതി എന്ന് പറയുമ്പോൾ ബീഫ് കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഇത് വേണ്ടെന്ന് പറയുമ്പോൾ അത് വേണ്ട. ബ്രാൻഡഡ് ക്ലോത്ത് വേണമെന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് ക്ലോത്ത് കൊണ്ടുവരുന്നു. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ കൊണ്ടുവന്നിരുന്നു. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കൊണ്ടുവരുന്ന മാന്ത്രിക കുടുക്ക പോലുള്ള മാതാപിതാക്കൾ ഉള്ളപ്പോൾ ആ മാന്ത്രിക കുടുക്കക്കുള്ളിൽ ശ്വാസം മുട്ടി ചത്തോണം നിങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കുക. ആ എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടവരല്ല മാതാപിതാക്കൾ. ബെസ്റ്റായത് മാത്രമേ കൊടുക്കാവൂ. ആവശ്യമുള്ളത് മാത്രമാണ് കൊടുക്കേണ്ടത്. അല്ല ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്ന മാതാപിതാക്കൾ സത്യത്തിൽ കുഞ്ഞിനെ ചോദിക്കാതെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഓർത്തേക്കുക. സ്വന്തം കാലം നിൽക്കാൻ അവൾക്ക് ഒരു പ്രേരണ നൽകണം, അതിനുള്ള കരുത്തും നൽകണം. അടുത്ത ട്രെയിനിങ് സഹജീവനത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ്. അതിപ്പോൾ ആദ്യ പാഠത്തിൽപ്പെടുന്നതാണ്. അതായത് കുഞ്ഞൊരു ഒറ്റപ്പെട്ട തുരുത്തൊന്നുമല്ല. ഇപ്പോൾ സത്യത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ഒരു ഒറ്റക്കുട്ടി സംസ്കാരമൊക്കെ വളർത്തിയെടുക്കുന്നതാണ്. ഈ ഒറ്റക്കുട്ടി മാത്രമാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് സഹജീവനത്തിൻ്റെ പാഠം പഠിച്ചെടുക്കാൻ പറ്റുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കാൻ കുഞ്ഞ് പഠിച്ചെടുക്കണം. ഒറ്റത്തുരുത്തല്ല അവൻ, ഒറ്റയടി പാതയിലൂടെ മാത്രം നീങ്ങേണ്ടവനല്ല അവൻ സഹിച്ച് കൊണ്ടാണെങ്കിലും സഹജീവനത്തിൻ്റെ വഴികൾ പഠിച്ചെടുക്കണം. ഷെയറിങ്ങും കെയറിങ്ങും അവൻ മനസ്സിലാക്കിയെടുക്കണം. എല്ലാം നെഞ്ചോട് ചേർക്കേണ്ടതല്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന അവൻ തിരിച്ചറിയണം. ആ വേദനയിലൊരു സന്തോഷം കണ്ടെത്താൻ അവൻ പഠിച്ചെടുക്കണം. അല്ലാതെ എല്ലാം എൻ്റേത്, എൻ്റെ കുട്ടി, എൻ്റെ പെട്ടി, എൻ്റെ പട്ടി എന്ന മട്ടിൽ ജീവിക്കാനല്ല ഒരു കൊച്ചിനെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. കൊച്ചതിനപ്പുറത്തേക്ക് പോകാനായിട്ട് സിദ്ധി നേടണം. അതെപ്പോഴും താഴേക്ക് മാത്രം നോക്കി നടന്നുകൊണ്ടായില്ല. അവൻ വിശാലമായ ആകാശത്തേക്ക് നോക്കി ജീവിക്കാൻ പഠിച്ചെടുക്കണം. അപ്പോൾ അതാണ് ആ ഒരു പാഠം അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുക. അടുത്തത് അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ. കുഞ്ഞുങ്ങളെ വളരെ പ്രധാനപ്പെട്ട കുറേ പാഠങ്ങൾ മാതാപിതാക്കൾ ഇപ്പോൾ പഠിപ്പിക്കാൻ മറന്നു പോകാറുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അവൻ്റെ കിടക്കവരി അവളാണ് ശരിയാക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബെഡ്റൂം കണ്ടിട്ട് ആൾക്ക് പേടിയാവുന്നു എന്ന് തമാശ പറയരുത്. പലപ്പോഴും നമ്മുടെ സിനിമകളിലൊക്കെ ഒരു ടീനേജറുടെ മുറി കാണിച്ചിരിക്കുന്നത് ഏതോ ഒരു ജീവിയുടെ ഗുഹ പോലെയാണ്. അത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അതങ്ങനെയാണെന്നങ്ങ് പറയുകയാണ്. അങ്ങനെയല്ല. ഈ സ്വന്തം മുറി പോലും ക്രമത്തിലിടാൻ പറ്റാത്ത ഒരുവന് എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുക? എങ്ങനെയാണ് അവനൊരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുക? എങ്ങനെയാണ് പഠിച്ചു തരാൻ പറ്റുക? എങ്ങനെയാണ് മറ്റുള്ളവരെ നയിക്കുന്ന നേതാവാകാൻ പറ്റുക? അപ്പം നിസ്സാര കാര്യമൊന്നുമല്ല. ഉണർന്നു കഴിഞ്ഞാൽ സ്വന്തം കിടക്ക വിരി നേരെയാക്കാൻ അവൻ പഠിക്കണം. അവൻ്റെ ചെരുപ്പുകളൊക്കെ കൃത്യമായിട്ട് ഇടാൻ അവൻ പഠിക്കണം. അവൻ്റെ മുറി വൃത്തിയാക്കാൻ പഠിക്കണം. അവൻ്റെ വസ്ത്രം അവൻ തന്നെ അലക്കാൻ പഠിക്കണം. എന്തിനാണ് മാതാപിതാക്കൾ വസ്ത്രങ്ങളെല്ലാം അലക്കി അവർ തന്നെ തേഞ്ഞുകൊണ്ടിരിക്കുന്നത്? മക്കൾക്ക് ആരോഗ്യമുണ്ടല്ലോ, അവരെ ചെയ്യണം. തിന്ന പാത്രം അത് കഴുകിവെക്കാൻ അവനെ എന്തിനാണ് പഠിപ്പിക്കാതിരിക്കുന്നത്? അത് പെണ്ണുങ്ങളുടെ മാത്രം ധർമ്മമാണെന്ന് ആരാണ് പറഞ്ഞു തന്നത്? അതുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു വൃത്തിയായിട്ട് വേഷം ധരിക്കാനായിട്ട് ഇപ്പോൾ വളരെ വൃത്തികെട്ട വസ്ത്രം ധരിച്ച് നടക്കുന്നതിനെയൊക്കെ നമ്മൾ ട്രെൻഡിങ് ആണ്, ഫാഷനാണെന്ന് പറയുന്നു. കുളിക്കാത്തത് ഫാഷനാണ്. കുളിക്കണം. കുളിക്കാത്തവനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചുമക്കാൻ പറ്റുക? വല്ലാതെ നാറ്റമുള്ള ഒരു മനുഷ്യനോടൊപ്പം എങ്ങനെയാണ് ജീവിക്കുക? വായുനാറ്റം കൊണ്ട് കല്യാണത്തിന് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ട പെൺകുട്ടിയെ മാതാപിതാക്കൾ വല്ലാതെ കുറ്റപ്പെടുന്ന കണ്ടു. എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? അടുത്തേക്ക് വരുമ്പോൾ അസഹ്യമായ മണമുള്ളൊരു വ്യക്തിയെ ജീവിതത്തോട് ചേർക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളൊരു സ്വാഭാവികതയല്ലേ? അവനൊരിക്കലും കുളിക്കുന്നില്ല, അവൻ പല്ല് തേക്കുന്നില്ല, വൃത്തിയില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഒരാൾ ചുവന്നുകൊണ്ട് നടക്കുക? നമുക്ക് സ്നേഹത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷേ സാധാരണ ജീവിതത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹം വേണം. സ്വന്തം ശരീരത്തോട് സ്നേഹമുള്ളവനാണ് കുളിക്കാനും ഒരുങ്ങാനും ഷേവ് ചെയ്യാനും ഒക്കെ പറ്റുക. സ്വന്തം ശരീരത്തോട് സ്നേഹമില്ലാത്തവരെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചെടുക്കണം. എടുത്തെടുത്ത് തിരികെ വെക്കാനുള്ള പാഠങ്ങൾ, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങളല്ലേ? കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കൃത്യമായി തിരിച്ചെത്താനുള്ള പാഠങ്ങൾ. ഈ അച്ചടക്കം ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുക? അച്ചടക്കം വളരെ അത്യാവശ്യമാണ്. അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഓട്ടത്തിലെ ട്രാക്ക് അച്ചടക്കമാണ്. ഈ ട്രാക്കില്ലാതെ എത്ര നന്നായിട്ട് തുടങ്ങിയാലും എവിടെ എത്തിച്ചേരാൻ പറ്റും ഒരാൾക്ക്? അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അധോഗതി വേണം. ഇത് ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രോഗ്രസ് വേണമെന്ന് തീരുമാനിക്കുന്നവന് അച്ചടക്കം വേണം. ആ പാഠം കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. വെറുതെ ഡേ ഡ്രീമിങ്ങിലൂടെ കടന്നു പോകാനാണ് നമ്മൾ പലപ്പോഴും പിള്ളേരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേ ഡ്രീമിങ്ങിലൂടെ അല്ല ഒരാൾ സഹജമായിട്ടുള്ള സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു ലോകം പടുത്തുയർത്തുക. അയാൾ ഒരു സ്വപ്നം പോലെ അത്ര ഉദാത്തതയോട് ജീവിക്കുമ്പോഴാണ് അതിന് മക്കളെ ഒരുക്കിയെടുക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ആദ്യം പഠിക്കേണ്ട പാഠങ്ങൾ ആദ്യം പഠിച്ചെടുക്കണം.
ആദ്യം പഠിപ്പിക്കേണ്ട പാഠങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അതിനാദ്യം നിങ്ങൾ തന്നെ പാഠപുസ്തകങ്ങളായിട്ട് മാറണം. ഓർത്തേക്കുക പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട പിതാവേ, ഒരു കുഞ്ഞ് വായിക്കുന്ന ആദ്യത്തെ പുസ്തകം നിങ്ങളുടെ ജീവിതമാണ്. ആ പുസ്തകം ഒരു പൊളിപ്പുസ്തകമാണെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം പൊളിഞ്ഞു പോകില്ലേ? നല്ല യാത്ര നേരുന്നു.